ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് കപ്പം ചുമത്താനുള്ള തീരുമാനത്തെ ന്യായീകരിച്ച് ഡൊണാൾഡ് ട്രംപ്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ മേഖല സംരക്ഷിക്കുന്നതിന് വൻ ബാധ്യതയാണെന്നാണ് US പ്രസിഡന്റ് പറയുന്നത്. ഇറാന്റെ കേന്ദ്രം പിടിച്ചെടുക്കുമെന്നും സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് കപ്പം ഏർപ്പെടുത്തുമെന്ന് ഇന്നലെയാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. കപ്പലുകളിലെ ചരക്കിന്റെ 20% തുകയായിരിക്കും ഈടാക്കുക. ഇത്തരത്തിൽ പണം ഈടാക്കുന്നത് ന്യായീകരിച്ചാണ് ട്രംപ് രംഗത്തെത്തിയത്. ലോകത്തെ ഏറ്റവും സമ്പന്നവും പ്രശ്നസങ്കീർണവുമായ മേഖലയുടെ സുരക്ഷ ഏറ്റെടുത്താണ് US പ്രവർത്തിക്കുന്നത്. ചെലവേറിയ അത്തരം പ്രവർത്തനങ്ങൾക്ക് തുക ഈടാക്കേണ്ടത് അനിവാര്യമെന്ന നിലപാടാണ് ട്രംപ് അറിയിക്കുന്നത്. And we're not going to put it up. Yeah, I want to be reimbursed because we're protecting a very rich portion of the world. We're spending money. And so what we've done is we are going to be reimbursed for protection. We're protecting by the countries that we're helping. For instance, you look at the 5 countries. You have Saudi Arabia, you have UAE, you have Qatar, as I always say, you have Qatar, Bahrain. And by the way, you have others. You have Kuwait. And you have others, and they will do very well. പുറമെ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും ഡൊണാൾഡ് ട്രംപ് സൂചനകൾ നൽകുന്നുണ്ട്. ഇറാനിലെ നറ്റൻസ് ആണവ കേന്ദ്രത്തിന് സമീപമുള്ള പിക്കാക്സ് മലനിരകൾ പിടിച്ചെടുക്കുമെന്നാണ് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് അറിയിച്ചത്. ഇറാന്റെ ആണവ നിരായുധീകരണത്തിനും ശാശ്വത വെടിനിർത്തലിനും സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യമാണ് അമേരിക്കയ്ക്ക് നീക്കങ്ങളിലൂടെ ഉള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.